വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യക്ക് ഡൊണാൾഡ് ട്രംപ് 50% താരിഫ്, 25% പ്ലസ് 25% താരിഫ് ചുമത്തിയപ്പോൾ ഇവിടെയുള്ള ആൾക്കാരും പല ആം, വലിയ സാമ്പത്തിക വിദഗ്ധരുമൊക്കെ പറഞ്ഞിരുന്നത് ഇന്ത്യയെ ട്രംപ് ഭയക്കുന്നില്ല, മറിച്ച് ചൈനയെ ഭയക്കുന്നു. കാരണം ചൈനയ്ക്ക് ഈ താരിഫ് ചുമത്തിയിട്ടില്ല. ചൈനയ്ക്ക് താരിഫ് ചുമത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ചൈനയുടെ റെയർ എർത്ത് മെറ്റൽസ് ട്രംപിന് കിട്ടണം. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയെ ഭയക്കുന്നു. പിന്നെ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പല സാധനങ്ങളും, അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന പല സാധനങ്ങളിലും ഒരു 70% സാധനങ്ങളിൽ ചൈനയുടെ ഒരു ടച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയോട് അത്ര പെട്ടെന്ന് ട്രംപിന് ഉടക്കാൻ സാധിക്കില്ല എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അത് സത്യമായിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഞാനും ബിജുചേട്ടനും കൂടെ ഇരുന്നപ്പോൾ ചർച്ച. അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തിരുന്നു, എന്തുകൊണ്ട് ചൈനയ്ക്ക് ചുമത്തുന്നില്ല താരിഫ്? കാരണം ട്രംപിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ ചൈനയാണ്, ഇന്ത്യയല്ല. പക്ഷെ ഇപ്പോ അത് ഇന്ത്യയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനെ വളരെ ഗംഭീരമായിട്ട് മറികടന്നു. അമേരിക്ക പൂട്ടി, നമ്മൾ 40 രാജ്യങ്ങളിൽ നമ്മൾ നമ്മളെ പ്രോഡക്റ്റുകളുടെ വിപണി തുറന്നു. H1B വിസയിൽ ട്രംപ് കൈവയ്ക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഈ H1B വിസയിൽ ട്രംപ് കൈവച്ച് കഴിഞ്ഞാൽ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. കാരണം 70% ഗൂഗിളിന്റെ സ്കിൽഡ് വർക്കേഴ്സ്, ഗൂഗിളല്ല, ഈ കോർപ്പറേറ്റ് വിഭാഗത്തിലെ സ്കിൽഡ് വർക്കേഴ്സും അവിടെ ഉള്ളത് ഇന്ത്യക്കാരാണ്. ഈ 70% ഇന്ത്യക്കാരെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ഷോർട്ടേജ്, അതായത് ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഒരു സ്കിൽഡ് വർക്കേഴ്സിന്റെ ഒരു ഷോർട്ടേജ് രേഖപ്പെടുത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സിലിക്കോൺ വാലിയൊക്കെ തകർന്നു പോകും. തകർന്നു പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള ആൾക്കാർക്ക്, അതായത് അവിടെയുള്ള അമേരിക്കൻസിന് ഈ ജോലിയിലേക്ക് കയറ്റാനായിട്ടാണെന്നാണ് ട്രംപ് പറയുന്നത്. ഇന്ത്യക്കാരിനി വേണ്ട, അമേരിക്കൻസ് കയറിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ സായിപ്പിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചേട്ടാ, ഇന്ത്യക്കാരെ പോലെ അവർ പണിയെടുക്കില്ല. ഇന്ത്യക്കാർ ഏത് പരിസ്ഥിതിയിലും പണിയെടുക്കും. സായിപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോ വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയും ഞായറും എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ യവൻ മൊബൈലും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടും വെക്കേഷൻ മൂഡാണ്. യവൻ ബോസ് എന്നല്ല, ഇനിയിപ്പോ കമ്പനി പൂട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കാൻ പോകുന്നില്ല. അത് അവന്റെ റൈറ്റ് ആണെന്നാണ് അവന്റെ വിചാരം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഇന്ത്യക്കാർ ഊണിലും ഉറക്കത്തിലും മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ഒരു പണി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് തീർക്കണം. ഇപ്പൊ രാത്രി 2 മണിക്ക് നമ്മുടെ ബോസ് വിളിച്ചാലും നമ്മൾ എടുക്കും, രാവിലെ 4 മണിക്ക് വിളിച്ചാലും നമ്മൾ എടുക്കും. അപ്പൊ ഇതാണ് ഇന്ത്യക്കാരന്റെ ഒരു മനസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഒരിക്കലും സായിപ്പിന് എത്താനായിട്ട് പറ്റില്ല. പോരാത്തതിന് ഇന്ത്യക്കാർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, ഈ H1B വിസ നിരോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാർ ഇങ്ങോട്ടേക്ക് വന്നാൽ നമുക്ക് ഇത് ഭാവിയിലേക്ക് ഒരു ഇന്നൊവേഷൻ ബൂമാണ് തരാൻ പോകുന്നത്. കാരണം ഇവരുടെ ഇന്റർനാഷണൽ ടൈപ്പ്, ഇവരുടെ ഈ ഗംഭീരമായിട്ടുള്ള സ്കില്ല്, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയൊരു തൊഴിൽ സമ്മർദ്ദം ആദ്യം ഉണ്ടാകും, എങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള വർക്കേഴ്സ്, ഇപ്പൊ 1 ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവനാണെങ്കിൽ ഇത്രയും ആൾക്കാർ തിരിച്ചു വരുമ്പോൾ അവന് ഒരു 50,000 രൂപയ്ക്ക് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം അപ്പൊ മുതലാളി പറയും, നീ ഇല്ലെങ്കിലും വേറെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, അപ്പൊ പറയും ഞാൻ ഈ പൈസക്ക് എടുത്തോളാം എന്ന് പറയും. പക്ഷെ ഭാവിയിൽ ഒരു ഇന്നോവേഷൻ ബൂം വരും. സോഹോ ഒക്കെ ഇവിടെ വന്ന സ്ഥിതിക്ക്, സോഹോ വഴി ഒരുപാട് സാധനങ്ങൾ വന്ന സ്ഥിതിക്ക് ഇവരുടെ സേവനം നമുക്ക് വളരെ വലിയ രീതിയിൽ ആവശ്യമുണ്ട്. നമ്മൾ വളരും എന്നുള്ള കാര്യത്തിൽ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ ഇരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെ നമ്മൾ പല കാര്യങ്ങളെയും അതിജീവിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ അതിജീവിക്കുന്നത് പോലെ ചൈനയ്ക്ക് ഇതിനെ അതിജീവിക്കാൻ സാധിക്കുമോ? കാരണം നമുക്കൊരു വലിയൊരു പർച്ചേസിങ് പവറുള്ള ജനമുണ്ട്, ഒരു മാർക്കറ്റ് ഉണ്ട്, ഒരു മാർക്കറ്റ് ഫോഴ്സ് ആണ് നമ്മുടെ ആഭ്യന്തര വിപണി ശക്തമാണ്. പക്ഷെ ചൈന പ്രധാനമായും ഈ കയറ്റുമതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അപ്പൊ ചൈനയ്ക്ക് ട്രംപ് 100% താരിഫ്, ആദ്യം 30 ഉണ്ടായിരുന്നു, ഇപ്പൊ 100 അടിച്ചു കൊടുത്തു. ഈ 100%, 130% താരിഫ് ആകുമ്പോൾ ഈ കയറ്റുമതിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ചൈനയ്ക്ക് അവിടെ പിന്നെ യൂത്തും കുറവാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തിയ ചൈന അതിപ്പോ വലിയ തിരിച്ചടിയായി മാറുകയാണ്. കാരണം വയസ്സന്മാരാണ് കൂടുതൽ, യൂത്ത് ഇപ്പൊ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഭാവിയിൽ ചൈനയ്ക്ക് അത് തിരിച്ചടിയാവുമെന്ന് പറയുന്നു. അതുകൊണ്ട് അവർക്ക് വലിയ ഒരു ആഭ്യന്തര വിപണി ഒന്നും ഉണർത്തിയെടുക്കാനും സാധിക്കുന്നില്ല. നമുക്കാണെങ്കിൽ ഇവിടെ യൂത്ത് ആണ് കൂടുതൽ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ചൈന ഈ കയറ്റുമതിയെ മാത്രം ആശ്രയിക്കുന്നത് കൊണ്ട് ഈ തിരിച്ചടിയിൽ നിന്ന് ചൈന എങ്ങനെ അതിജീവിക്കും? നമ്മൾ വളരെ ഗംഭീരമായിട്ട് അതിജീവിച്ചു. നമ്മളിപ്പോ നവരാത്രി വരുന്നു, ദിവാലി, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്. ഇവിടെ വിശദമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോഴും നമ്മൾ പറഞ്ഞത് ചൈനയ്ക്ക് എന്തുകൊണ്ട് അടിച്ചു കൊടുക്കുന്നില്ല. പക്ഷെ ചൈനയ്ക്ക് ഇപ്പോൾ അത് വന്നിരിക്കുന്നു. ചൈനയ്ക്ക് ഇതിൽ നിന്ന് കരകയറാനായിട്ട് സാധിക്കുമോ? അതുകൊണ്ടാണ് ചൈന ഇന്ത്യയെ ഒന്ന് കെട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്നത്. അന്ന് ഇവിടുത്തെ കമ്മിക്കുട്ടന്മാരൊക്കെ പറഞ്ഞത് കണ്ടോ, അവസാനം ചൈനയേ ഉള്ളൂ ഇന്ത്യക്ക് ആശ്രയമെന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല.
ചൈനയ്ക്കാണ് ഇന്ത്യയെ ആവശ്യം. ചൈന എങ്ങനെ ഇന്ത്യയെ കെട്ടിപ്പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക്, അതായത് നമ്മൾ ഇന്ത്യക്ക് ഒരു വലിയ ഒരു ചാൻസ് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചൈനയെ അറിയിച്ചുകൊണ്ട് അതുകൂടെ നമുക്ക് നടപ്പിലാക്കി എടുക്കാൻ സാധിക്കില്ലേ? അക്സായ് ചിഹ്നം അടക്കമുള്ളതാണ് ഞാനിങ്ങനെ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ. ചൈന പല ഭാഗങ്ങളിലും ഇന്ത്യക്കിട്ട് തുരങ്കം വെച്ചിട്ടുണ്ട്. ബെൽറ്റ് ആൻഡ് റോഡ് ഉണ്ട്, ഇപ്പുറത്ത് കോക്കോ ദ്വീപിൽ ചൈനയുണ്ട്, അപ്പുറത്ത് താഴെ ഹമ്പൻതോട്ടയിൽ ചൈനയുണ്ട്. അപ്പൊ ഇതുകൂടെ നമുക്ക് ഇതിനകത്തൂടെ ഒരു നയതന്ത്രത്തിലൂടെ പറഞ്ഞ് നമുക്ക് പലതിലും പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ലേ, ഒരു ടൈപ്പിൽ വരാൻ സാധിക്കില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കേണ്ടത്. ഈ H1B വിസയുടെ കാര്യം പറയുമ്പോഴേ അതിനകത്ത് പറയാതെ പോയൊരു കാര്യമുണ്ട്. ഇതാരും പറയാറില്ല. നമ്മുടെ ഇന്ത്യൻ വ്യവസായികൾ വലിയ രീതിയിൽ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുമൊക്കെ ഈ വിസയിൽ പോയിട്ടാണ് വലിയ വ്യവസായികൾ, ഫൈനാൻഷ്യലി ഭയങ്കര സൗണ്ടഡ് ആയിട്ടുള്ള വ്യവസായികളും ഉണ്ട് അവിടെ അമേരിക്കയിൽ. അപ്പൊ അവരെ കൂടെ ഒക്കെ പറഞ്ഞു വിടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടക്കച്ചവടമായിരിക്കും ട്രംപിന്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ നമ്മുടെ നൊബേൽ പ്രൈസ് പ്രഖ്യാപനം. ആ പ്രഖ്യാപനം സത്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ട്രംപിന് കിട്ടാതെ. മറ്റൊന്നും കൊണ്ടല്ല, ഒരാള് ഒരു സാധനം ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് നമുക്ക് അറിയാമല്ലോ. കാരണം ഊണിലും ഉറക്കത്തിലും ഈ ഒരു കാര്യം സ്വപ്നം കണ്ട് അവസാനം അത് എല്ലാവരും മോഹിപ്പിച്ചു. നെതന്യാഹു അവസാനം നമ്മുടെ വ്ളാഡിമിർ പുടിൻ, റഷ്യയുടെ, അദ്ദേഹം വരെ പറഞ്ഞു ശ്ലാഘനീയമാണ് ട്രംപിന്റെ ഈ ഉക്രൈൻ റഷ്യ വാർ നിർത്താനുള്ള പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഈ നോബൽ പ്രൈസിന് പരിഗണിക്കാവുന്ന ഒരു പേരാണെന്ന് പുടിൻ പറഞ്ഞു. പിണങ്ങിയിരുന്ന മോദി അവസാന നിമിഷത്തിൽ ട്രംപിനെ വിളിച്ച് പറഞ്ഞു, മിടുക്കൻ, നന്നായിട്ടുണ്ട് ട്രംപ് ജി, നിങ്ങൾ മറ്റേ ഗസയുടെ ആ പ്രശ്നങ്ങളൊക്കെ ഒരു പരുവത്തിലാക്കിയല്ലോ. അങ്ങനെ ഏകദേശം ഒക്കെ ഒപ്പിച്ച് വന്നു. വലിയ പ്രതീക്ഷയിലായിരുന്നു. തകർന്നുപോയി. തകർന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ചുരുക്ക് തീർക്കാനായിട്ട് ചെയ്തത് ചൈനയ്ക്ക് 100% താരിഫ് ഈ നവംബർ 1 മുതൽ കൊടുക്കുകയാണ്. അതോടുകൂടി ചൈനയുടെ താരിഫ് 130 ആകും. ഓൾറെഡി 30 കൊടുത്തിട്ടുണ്ട് നേരത്തെ. അതിന്റെ കൂടെ 100 കൊടുക്കും. അപ്പൊ 100 + 30 130 ആകും. ഇപ്പൊ ഇത്ര പെട്ടെന്ന് ചൈനയ്ക്ക് നേരെ ട്രംപ് തിരിയാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചൈന വിവിധ രാജ്യങ്ങൾക്ക് ഒരു വാർണിംഗ് ലെറ്റർ അയച്ചിരുന്നു. നമ്മുടെ രാജ്യത്തിനും തന്നു, എല്ലാ രാജ്യത്തിനും കൊടുത്തത്. കാരണം ഞങ്ങളുടെ റെയർ മെറ്റൽസ് ഞങ്ങൾ ഇനി അതൊരു നിയന്ത്രണമൊക്കെ വെച്ചിട്ട് ആണ് നൽകുന്നത്, ഇപ്പൊ തൽക്കാലം ഞങ്ങൾ നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ധാർഷ്ട്യത്തിന്റെ ഭാഷയിലുള്ള ഒരു കത്തായിരുന്നു. ഇന്ത്യക്ക് നൽകിയ കത്തിനകത്ത് പറയുന്ന കാര്യം, നിങ്ങൾക്ക് തരാം, പക്ഷെ നിങ്ങൾ അമേരിക്കക്ക് ഇത് കൊടുത്തു എന്നറിഞ്ഞാൽ അപ്പം നിങ്ങളുടെ നാട്ടിൽ എല്ലാ ബന്ധവും കട്ടി. ഇത് അമേരിക്കക്ക് കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് തരാം, ഞങ്ങൾ റേഷനാണല്ലോ ഇത്, ഇത്ര അളവിലാണ് എല്ലാവർക്കും ഇതിന്റെ കാന്തങ്ങൾ കൊടുക്കുന്നത്. ഇത് വളരെ നന്നായി. ഇത് ട്രംപിനെ ചൊടിപ്പിച്ചു. കാരണം ലോക പോലീസായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതിന് തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് നിന്നൊരുത്തൻ എന്നെയും വെല്ലുവിളിക്കുന്നു, കൂടുള്ളവന്മാരെയും വെല്ലുവിളിക്കുന്നു. അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഈ ഒരു താരിഫിലേക്ക് എടുത്തിട്ടു. പക്ഷെ ഇവിടെ പറ്റിപ്പോകുന്നൊരു വലിയ പ്രശ്നം, എന്തുകൊണ്ടാണ് ചൈന ഈ വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഭവം ശരിയാണ്. ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് കൺട്രിയാണ് ചൈന. അവർക്ക് പല രാജ്യങ്ങളിലേക്കും, പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് സാധനം കയറ്റി വെച്ചാൽ മാത്രമേ ഇൻകം വരികയുള്ളൂ. എങ്കിൽ പോലും അവരുടെ കയ്യിൽ ഒരു പിടുത്തമുണ്ട്, വജ്രായ. നമ്മൾ മുമ്പ് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഇന്ത്യയെ ഭയക്കേണ്ടത് തന്നെയാണ് അവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു മൂലധനം എന്ന് പറയുന്നത്. റയർ മെറ്റൽസ് ആണ്. അതായത് ഇലക്ട്രിക്കൽ വാഹനങ്ങൾ, ജെറ്റ് വിമാനങ്ങൾ, കാറ്റാടി യന്ത്രങ്ങൾ, ബോറിംഗ് മെഷീൻസ്, ഇതിനെല്ലാം ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെറ്റൽസ് ചൈനയുടെ പക്കലാണ്. ചൈനയാണ് അതിന്റെ ലോകത്തെ 90% റയർ മെറ്റൽസിന്റെ ഉൽപാദകർ ചൈനയാണ്. അപ്പോൾ ബാക്കി 10% മാത്രമേ മറ്റു രാജ്യങ്ങൾ. കാരണം ചൈന ബഹുദൂരം അതിൽ മുന്നിലോട്ട് പോയി. അതുകൊണ്ടാണ് അവർക്ക് 90%ലേക്ക് കിട്ടിയത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനോട് ഈ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, ചൈനയുമായിട്ട് ഇപ്പോൾ പിണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ കാർ വ്യവസായം നിന്നു പോകില്ലേ, ജെറ്റ് എഞ്ചിൻ വ്യവസായം നിന്നു പോകില്ലേ, കാറ്റാടി യന്ത്രങ്ങൾ നിന്നു പോകില്ലേ എന്ന് ചോദിക്കുമ്പോൾ ട്രംപ് പറഞ്ഞു, ഞാൻ കാനഡയും മറ്റു രാജ്യങ്ങളുമായി ഇപ്പോൾ കരാർ ഏർപ്പെടാൻ പോവുകയാണ് റയർ മെറ്റൽസ് കിട്ടാനായിട്ട്. പക്ഷെ ഇന്ത്യ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവരുടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ നമ്മൾ 4 രാജ്യങ്ങളുമായിട്ട്, ബ്രസീൽ അടക്കം, അർജന്റീന അടക്കം, ബ്രസീലിലോട്ടൊന്നും ഈ ട്രംപിന് ഇപ്പോൾ ഉടനെ പോകാൻ പറ്റില്ല, ഉടക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടങ്ങളിൽ അടക്കം പോയിട്ട് നമ്മൾ അവരുമായിട്ട്, ആസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ നമ്മൾ പോയിട്ട് അവിടുന്ന് റയർ മെറ്റൽസ് എടുക്കാനുള്ളത്. പിന്നെ നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള റയർ മെറ്റൽസ് ഖനനം ചെയ്ത്, ഇത് എന്ത് പറ്റിയെന്ന് വെച്ചിട്ട് ഇവിടെ ചൊവ്വുള്ള ഒരുത്തനല്ല ഈ വീട് ഭരിച്ചിരുന്നത്. ഭാരതം എന്ന് പറഞ്ഞ് വീട് ഭരിച്ച് ചൊവ്വുള്ളവന്മാരൊന്നും അല്ല, ആമ്പിള്ളാരൊന്നും ആയിരുന്നില്ല. ഇവിടെ അവന്മാർ കൈ കിട്ടുന്ന മുഴുവൻ കുടിച്ചും പെടുത്തും നശിപ്പിച്ച് കുടുംബം താറുമാറാക്കി. ഈ 10 വർഷത്തിന് മുമ്പ് നരേന്ദ്രമോദി വന്നില്ലായിരുന്നെങ്കിൽ ഈ രാജ്യം ഏത് പരുവത്തിൽ പോകുമെന്ന് പോലും അറിയത്തില്ല. അദ്ദേഹം വന്നിട്ട് 2021 ഇന്ത്യ മഹാരാജ്യത്ത് സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിക്കാൻ ആരംഭിച്ചത്. റയർ മെറ്റൽസിന്റെ ഖനനം സിക്കിമിലടക്കം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ മ്യാൻമാറിലെ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് ഇത് നടത്തുന്നതിന് വേണ്ടിയിട്ട്, മ്യാൻമാർ. അപ്പോൾ ഇങ്ങനെയുള്ള മ്യാൻമാറിൽ നിന്നാണ് ചൈന 30% റയർ മെറ്റൽസിന്റെ മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നത്. ഇപ്പം നമ്മൾ അവിടെ ഖനനം നടത്താൻ നമ്മുടെ കമ്പനികൾ അവർ അനുവദിച്ചിട്ടുണ്ട് മ്യാൻമാർ. നമ്മൾ പോകുന്നതേ ഉള്ളൂ. ഇതൊക്കെ മുമ്പേ ആകാമായിരുന്നില്ലേ? മോദി എന്ന് പറയുന്നതിന് മുമ്പ് ജനം എന്തുകൊണ്ടാണ് മോദി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് BJP വോട്ട് കൊടുക്കുന്നത്? അദ്ദേഹം വന്നതിന് ശേഷമാണ് നമുക്ക് വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ പോലും
വേണ്ടി വന്നത്. നമ്മൾ ഇന്ദിരാഗാന്ധിയുടേതും നെഹ്റുവിന്റെ നെഞ്ചത്ത് റോസാപ്പൂവിന്റെയും കഥയും പഠിച്ചുകൊണ്ടിരിക്കും, അവരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ കാലം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നാടിന് വേണ്ട ശൗചാലയം പോലും ഈ നാടിനില്ലായിരുന്നു. 12 കോടി കക്കൂസുകളാണ് ഈ രാജ്യത്ത് വെച്ചു കൊടുത്തത്. അപ്പൊ ഇപ്പൊ നമുക്ക് പാമ്പ് കടിയേറ്റ് സ്ത്രീകൾ മരിക്കുന്ന വാർത്തകൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നില്ല. ഗ്യാസ് ഇല്ലാതെ ഇവർക്ക് ബ്രോങ്കറ്റിസ് അടക്കമുള്ള അസുഖങ്ങളായിരുന്നു വന്നിരുന്ന അടുപ്പിൽ ഊതിക്കൊണ്ട്. അവർക്ക് ഗ്യാസ് കൊടുത്തു. അല്ലാതെ EVM കൃത്രിമം കാണിച്ചിട്ടല്ല ആ മനുഷ്യൻ ജയിക്കുന്നത്. അതല്ലാതെ അങ്ങേക്കേണ്ട ആവശ്യവുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിനൊക്കെ ഞാൻ പറഞ്ഞത് റെയർ മെറ്റൽസിന്റെ ഖനനം ഇപ്പൊ നമ്മൾ തുടങ്ങുന്നതേ ഉള്ളൂ. ഈ സർക്കാർ വന്നതിന് ശേഷം എത്ര അടുത്ത് നമുക്ക് പ്രകൃതിവാതക എണ്ണയുടെ സംരംഭം ഇല്ലെങ്കിൽ ആ ഒരു ഇതുണ്ട് എന്ന് നമ്മൾ ഈ അടുത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നമ്മളത് കണ്ടെത്തി. എത്ര അടുത്ത് കണ്ടെത്തി? നമ്മുടെ കൊല്ലത്ത് കണ്ടെത്തിയതും ഈ സർക്കാരിന്റെ കാലത്തല്ലേ? ഇതിന് മുമ്പ് ഇവിടെ ഒരു സർക്കാർ ഇല്ലായിരുന്നു. അന്നും ഈ കൊല്ലത്തെ കടൽ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നല്ലോ, കടലാരും എടുത്തുകൊണ്ടൊന്നും പോയിട്ടില്ലായിരുന്നല്ലോ. ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ആ ഒരു പ്രദേശവും അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നല്ലോ, ആരും അത് കൊണ്ടുപോയിട്ടില്ലല്ലോ. ഇപ്പോഴത് ആൻഡമാൻ നിക്കോബാർ ചെന്ന് കഴിഞ്ഞപ്പോൾ സോണിയാഗാന്ധി എന്താണ് പറഞ്ഞത്? അവിടുത്തെ മരം മുറിക്കുന്നു എന്നാണ് പറഞ്ഞത്. മരം മുറിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഈ പശ്ചിമഘട്ടം മുഴുവൻ ഇടിച്ചു നിരത്തിയിട്ടുണ്ടല്ലേ എത്രയോ തവണ. ഈ കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാരും മന്ത്രിമാരും നമ്മുടെ കേന്ദ്രീയത്തിൽ വലിയ രീതിയിലുള്ള ഡ്രഡ്ജിങ്ങുകൾ നടത്തിയിട്ടില്ലേ? എത്രയോ ഖനനങ്ങൾ നടത്തി. ഖനി മുതലാളിമാരാണ് പകുതി കൂടുതലും ഈ പറയുന്ന MP മാരും കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ. അപ്പൊ ഈ രാജ്യം കുട്ടിച്ചോറാക്കിയതും പോരാ, വീണ്ടും അതിനു വേണ്ടിയിട്ട് ഒരുത്തൻ അത് ഒരുമ്പിട്ടിറങ്ങി, അത് എങ്ങനെങ്കിലും ഈ നാട് നന്നാകട്ടെ എന്ന് കരുതി ഇറങ്ങി, അദ്ദേഹം അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അദ്ദേഹത്തെ തടയാനുള്ള നീക്കങ്ങളുമായിട്ടാണ് മുമ്പോട്ട് വരുന്നത്. അതാണ് ഈ ജനം അത് കേൾക്കില്ല. ജനം ഇവരെ ഒന്നും വകവെക്കാത്തതിന്റെയും ഇവര് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇവരെ ട്രോളുന്നതിന്റെയും കാര്യം മറ്റൊന്നുമല്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ കുറ്റം പറയണമെങ്കിൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം. ഞാൻ ഒരു മിടുക്കനാണെങ്കിൽ മാത്രമേ എനിക്ക് ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റൂ. ഞാൻ ഒന്നുമില്ല, മുകളോട്ട് നോക്കി ഇരിക്കുകയാണ്. ഞാനുള്ള എന്റെ സമയത്ത് ഞാനിത് മൊത്തം അടിച്ചു പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞൊരുത്തൻ അവൻ നാളെ ഒരുത്തൻ ഗതി പിടിക്കുമ്പോൾ നമ്മുടെ നാട്ടിലും ഉണ്ട് ഇങ്ങനെയുള്ള ആളുകൾ. നമ്മൾ നമ്മുടെ നല്ല പ്രായം മുഴുവൻ ചിരിച്ചും കളിച്ചും നടന്ന് നമ്മളുടെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ നശിപ്പിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ അടുത്തൊരുത്തൻ രക്ഷപ്പെട്ടു വരുന്നു. അവനെ നോക്കിക്കൊണ്ട് നമ്മൾ കൊഞ്ഞണം കുത്തും, അവനെതിരെ നമ്മൾ അപവാദ പ്രചരണം നടത്തും. കാരണം എന്താണ്? ഒറ്റ വാക്കിൽ ഒറ്റ ഉത്തരവേ ഉള്ളതിന്. അസൂയ, കണ്ണുകടി എന്നൊക്കെയാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഈ റെയർ മെറ്റൽസിന്റെ പ്രശ്നം നമുക്കും അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് റെയർ മെറ്റൽസ് മുമ്പ് തന്നിരുന്നില്ല. ഇപ്പൊ നമ്മളുമായിട്ട് അടുത്തത് കൊണ്ട് റെയർ മെറ്റൽസ് അവർ തരുന്നു. ഈ റെയർ മെറ്റൽസ് തരുമ്പോൾ തന്നെ നമ്മൾ ഖനനം നടത്തുന്നുണ്ട്, നമ്മൾ പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു. ഒപ്പം തന്നെ ഇതിന്റെ ബദൽ മാർഗം ഇപ്പോൾ മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് നമ്മുടെ രാജ്യത്ത്, വാഹന നിർമ്മാതാക്കളാണ്. അവരിപ്പോൾ ഈ റെയർ മെറ്റൽസ്, അതായത് വൈദ്യുത പകരം മറ്റ് ചില സാധനങ്ങൾ, എനിക്ക് അതിന്റെ ടെക്നിക്കൽ പേര് അറിയില്ല, അത് വെച്ചുകൊണ്ട് ഉള്ള ബാറ്ററികൾ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു. അവരുടെ ഈ വർഷം അവസാനം അടുത്ത വർഷം ആദ്യമോ അത്തരം വാഹനങ്ങൾ ലോഞ്ച് ചെയ്യുകയാണ് ഇപ്പോൾ. പക്ഷെ നമുക്ക് ചൈനയെ പിണക്കാനേ കഴിയില്ല. കാരണം ചൈന അത് തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ബസ്, ഇലക്ട്രിക്കൽ ട്രക്ക് എന്നൊരു വലിയ സ്വപ്നമാണ് നിതിൻ ഗഡ്കരിയുടേത്. അത് 2026 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയിൽ ഓടുന്നതിന്റെ അതൊരു 15 to 20% ട്രക്ക് ആൻഡ് വലിയ വെഹിക്കിൾസ്, ബസ്സുകൾ അടക്കമുള്ളവ ഇലക്ട്രിഫിക്കേഷൻ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതെല്ലാം നിന്നു പോകും, നമ്മുടെ വാഹന വിപണിയൊക്കെ നിന്നു പോകും. അപ്പൊ നമുക്ക് തരാമെന്ന് ചൈന പറയുന്നുണ്ട്. പകരം അവർ പറയുന്ന കാര്യം, ഇത് നിങ്ങൾ മറിച്ചടിക്കരുത്, ഞങ്ങൾ നിങ്ങൾക്കാണ് തരുന്നത്, നിങ്ങളത് മറിച്ച് അമേരിക്കയ്ക്ക് മറ്റു രാജ്യങ്ങൾക്ക് മറിച്ച് വിൽക്കരുത് എന്നാണ്. കാരണം ഇപ്പൊ ഇന്ത്യ ഇപ്പൊ അങ്ങനത്തെ ഒരു പണി കാണിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടാണ്. അതായത് റഷ്യയുടെ എണ്ണ വരുന്നുണ്ട്, നമ്മളിവിടെ കൊണ്ട് ശുദ്ധീകരിച്ച് നമ്മൾ പല രാജ്യങ്ങൾക്കും കയറ്റി വിടുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്നാണ് അവർ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ ഈ ഭയപ്പെടുത്താൻ ഇപ്പോൾ നിലവിൽ അവസ്ഥയിൽ ചൈനയ്ക്ക് കഴിയില്ല. കാരണം ചൈനയുടെ മറ്റ് വിപണികളുണ്ട്, അവരുടെ ഇലക്ട്രോണിക്സ് ആയാലും ഒക്കെ തന്നെ. അതിന്റെ ഒരു വിപണി കൂടി അവർക്ക് ഇന്ത്യയിൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ കാർ മേഖല കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ മുൻപോട്ട് വെക്കുന്നത് അത് തന്നെ ആയിരിക്കും. നിങ്ങളുടെ കാർ വിപണി ഞങ്ങൾ ഇവിടെ തുറന്നു തരാം, നിങ്ങളുടെ ഇലക്ട്രിക്കൽ കാറുകൾ ഇവിടെ വിറ്റഴിക്കാൻ സമ്മതിക്കാം, പക്ഷേ അതിന് പകരം ഞങ്ങളുടെ വാഹന വിപണിക്ക് ക്ലച്ച് പിടിക്കാനായിട്ട് നിങ്ങളുടെ ഈ പറയുന്ന റെയർ മെറ്റൽസ് ഞങ്ങൾക്ക് തരണം, ഈ വാഹനങ്ങളും മറ്റും ഉപയോഗിക്കുന്ന കാന്തങ്ങൾ നിങ്ങൾക്ക് തരണം. അങ്ങനെ ഒരു ഡിമാൻഡ് ഇന്ത്യക്ക് വെക്കാൻ കഴിയും. ഏതായാലും ചൈന അടിക്കടി പറയുന്നത് ഞങ്ങളുടെ അതിർത്തി പ്രശ്നവും ഇതുമായി കൂട്ടിക്കുഴക്കരുതെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ത്യ അതും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. കാരണം അവരാണ് നമ്മളിലേക്ക് വരുന്നത്, അവർക്കാണ് ആവശ്യം കൂടുതൽ. അപ്പോൾ വരുമ്പോൾ നമ്മൾ പറയുന്നത് അത് പറ്റില്ല, അത് രണ്ടും കൂടെ നടക്കത്തില്ല. കാരണം നമ്മുടെ പോളിസി തന്നെ ഞങ്ങളിപ്പോൾ ഒരുത്തിനടുത്ത് പറഞ്ഞതേ ഉള്ളൂ, രക്തവും വെള്ളവും കൂടെ ഒന്നിച്ച് ഒഴുകത്തില്ലെന്ന്, അവന്റെ വെള്ളം ഞങ്ങൾ കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അതിർത്തിയും ബിസിനസ്സും കൂടെ ഒന്നിച്ച് നടക്കത്തില്ല. ഇതിന്റെ കൂടെ അതും കൂടെ നിങ്ങൾ ചർച്ച ചെയ്ത് നമുക്ക് പതുക്കെ പരിഹരിക്കാം. അങ്ങനെയാണ് അവരുമായിട്ട് നമ്മൾ സമവായത്തിലേക്ക് എത്തുന്നത്. നമ്മുടെ അതിർത്തി പ്രശ്നം കുറച്ചൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് ഇരുന്ന ഭരണാധികാരി നരേന്ദ്രമോദി വന്നിട്ട് എത്ര വർഷമാകും? 10-11 വർഷമാകുന്നുള്ളൂ. അതിന് മുമ്പ് ഇരുന്നവർക്ക് ഒരു സർവേ കല്ല് പോലും അങ്ങ് ഇട്ടിട്ടില്ല. ഇവിടെ എന്നിട്ട് പറയുകയാണ് അരുണാചൽ പ്രദേശിന്റെ ഒരു 66,000 കിലോമീറ്ററോ ഏക്കറോ അങ്ങാണ്ട് ചൈന എടുത്തിട്ടുണ്ട്. ഏത് പ്രദേശമാണ് എടുത്തത്? ഏത് സർവേ നമ്പറുള്ള പ്രദേശമാണ് എടുത്തത്? കണക്കില്ല. അതാണ് സുപ്രീം കോടതി ചോദിച്ചത്, വായി വരുന്ന വിളിച്ചു പറയരുതെന്ന് പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന് വെച്ചപ്പോൾ തെളിവില്ല.
കാരണം എന്താണ്, അറിയില്ല ഇത് ഏതാണ് ഏത് ഭാഗമാണെന്ന്. അത് അന്നേക്ക് ഈ രാജ്യം ഡിവൈഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഇല്ല, ഈ രാജ്യത്തിന് സ്വതന്ത്രമായതിനു ശേഷം ആദ്യം ചെയ്യേണ്ട കാര്യമാണ്, നമ്മളൊരു പറമ്പ് മേടിച്ച് ആദ്യം ചെയ്യുന്നത് വേലി കെട്ടുകയല്ലേ ചെയ്യുന്നത്. വേലി തുറന്നു അതെ. വലത്തേക്ക് ആൾക്കാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് അവിടെ റോഡ് കെട്ടാത്ത, അത് ശത്രു ചൈന കയറി വരും, ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ശത്രു പിന്നെ ലൈറ്റിന്റെ പ്രകാശം കണ്ട ചൈനയ്ക്ക് ബോംബിടാൻ എളുപ്പമാണ് എന്നുള്ള തെറ്റായ കാര്യങ്ങളാണ് ഈ അരുണാചൽ പ്രദേശിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളിലും ഈ കോൺഗ്രസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയാണ് ഈ പാർട്ടി ഉം. തകരുന്നത്. കോൺഗ്രസ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കള്ളങ്ങളുടെ മേൽ കള്ളങ്ങൾ കെട്ടിപ്പൊക്കിയാൽ ഒരാൾക്കും ഈ ലോകത്ത് നിലനിൽക്കാൻ കഴിയില്ല, ഒരു രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കാൻ കഴിയില്ല. എന്നിട്ട് അവസാനം പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഇതെല്ലാം ജനം കാണുന്നുണ്ട്. അതെ, ജനം കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നരേന്ദ്രമോദി വോട്ട് ചെയ്യുന്നുമുണ്ട്. ബി ഉം. ജെ പി എന്നുള്ളതല്ലല്ലോ പാർട്ടി. ബി ജെ പിയോ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ അതാരും ആയിക്കൊള്ളട്ടെ, ഈ രാഷ്ട്രത്തിന് മുൻപോട്ട് നയിക്കാൻ കപ്പാസിറ്റി ഉള്ള ഏത് നേതാവ് വന്നാലും നമ്മൾ വോട്ട് ചെയ്യും. നാളെ രാഹുൽ ഗാന്ധി ഈ നിലയിൽ വന്നാൽ ഞാൻ വോട്ട് ചെയ്യും, ഞാൻ തയ്യാറാണ് അതിന്. ആ നിലയിൽ വരുന്നില്ലല്ലോ, അതാണല്ലോ പ്രശ്നം. ആ നിലയിൽ അതെ. വരണം. അപ്പം ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ചൈനയുടെ അടുത്ത് ഈ പോകുമ്പോൾ ഇപ്പോൾ ഈ താരിഫ് വർദ്ധിപ്പിച്ചപ്പോൾ തന്നെ അമേരിക്കയിൽ അവരുടെ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു തുടങ്ങി. ക്രിപ്റ്റോ കറൻസിയുടെ വ്യാപാരം ഒരു മണിക്കൂർ എത്ര 50,000 കോടിയാണ് ഇടിയുന്നത്. അങ്ങനെ സർവ്വ ഉം. മേഖലയിലും അതൊരു റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ആ സാധനം. ഇന്ത്യയെ പോലെയല്ല, വലിയ രീതിയിൽ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഇന്ത്യ കണക്കുള്ള രാജ്യത്തിന് ഗുണപ്പെടും എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണപ്പെട്ടില്ലെങ്കിലും അമേരിക്കക്കെതിരെ ഒരു ചേരി സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഇന്ത്യയും ചൈനയും റഷ്യയും എല്ലാം ചേർന്ന് രൂപം കൊടുത്തിരിക്കുന്ന ബ്രിക്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ സംരംഭത്തിന് ഒരു വലിയ മുന്നേറ്റം നടത്താൻ കഴിയും. ഇതൊരു ഡു ഓർ ഡൈ എന്നുള്ള രീതിയിലേക്കാണ് മുൻപോട്ട് പോകുന്നത്. അന്ത്യക്രിസ്തു എന്ന് ഉം. പറയുന്നത് ഏകദേശം ശരിയാണെന്ന് തോന്നുന്നു. ട്രംപ് തന്നെയാണ്, അദ്ദേഹം അത് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിരിക്കുന്നു. അവരുടെ ബ്രിക്സ് എന്ന് പറയുന്ന സ്വപ്നം കുറച്ചുകൂടെ സ്ട്രോങ് ആകുന്നു. ഇപ്പൊ ചൈന കൂടി പിടിമുറുക്കാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കാരണം ചൈനയ്ക്ക് ഒരു വിട്ടുവീഴ്ച, ഇപ്പൊ ചൈനയും ഷീ ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ച ട്രംപ് റദ്ദ് ചെയ്തിട്ടുണ്ടല്ലോ, കാണില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ചൈന അതെ. അതിലെന്തായാലും വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാധ്യത നിലവിലില്ല. കാരണം ചൈനയുടെ കയ്യിലാണ് ഈ പിടുത്തം മുഴുവൻ ഇരിക്കുന്നത്. ഇത് പെട്ടെന്ന് റിക്കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഒക്കെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ ഈ പിന്നെ റയർ മെറ്റൽസിന്റെ ഈ കാന്തങ്ങൾ, വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമുക്കും നമ്മുടെ വാഹന വ്യവസായത്തെ കുറച്ച് നാളത്തേക്കെങ്കിലും പിന്നോട്ടടിക്കാൻ കഴിയും. ഇപ്പൊ നമ്മൾ സോഡിയത്തിൽ നിന്നൊക്കെ ബാറ്ററി ഉത്പാദിപ്പിക്കും എന്നൊക്കെ പറയുന്നത് അതിന്റെ പരീക്ഷണങ്ങളും മറ്റൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. അതൊക്കെ വരുമ്പോൾ ടൈം എടുക്കും. കറക്റ്റ്. അപ്പൊ ഈ അനസൂതം നടക്കുന്ന എന്താണ് പുരോഗതിയെ ഉം. തടസ്സപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ മരുന്നുകളുടെ ഉണ്ടാക്കുന്നതിന്റെ പല മെറ്റീരിയൽസും കാര്യങ്ങളും വരുന്നതും ചൈനയിൽ നിന്നാണ്, പല മരുന്നുകളുടെയും. ഉം. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ട്രംപും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്കെതിരെ താരിഫ് ചുമത്തിയപ്പോൾ ചൈന പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് വേണ്ടി വാദിച്ചു. ഓർമ്മയുണ്ടോ? എല്ലാ പ്രേക്ഷകർക്കും ഒരു ഉണ്ട്, ഓർമ്മ ഉണ്ട്, കാണും. ഉണ്ട്, ഉണ്ട്. അവരുടെ വിദേശകാര്യമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞത്, ഇവന് വിട്ടുവീഴ്ച ചെയ്യരുത്, ഇവന് ഒരു ഇച്ചിരി സ്ഥലം കൊടുത്താൽ ഇവന് 1 കിലോമീറ്റർ കയറും, അതുകൊണ്ട് ഇവന് വേണ്ടിയിട്ട് നിങ്ങൾ തല കുനിക്കരുതെന്ന് പറഞ്ഞു. ഉം. അതൊക്കെ അവര് മുൻകൂട്ടി കാണുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഇവിടെ കാരണം ട്രംപിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒന്ന് പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയും ചൈനയും വരട്ടി നിർത്തുക, ബഗ്രാം ഉം. വിമാനത്താവളം എടുക്കുക, അതായത് സെൻട്രൽ ഏഷ്യയിൽ അടക്കം തന്റെ പഴയകാല അമേരിക്കയുടെ ആ ഒരു പവർ നിലനിർത്തുക എന്നൊക്കെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അമേരിക്കയ്ക്കുണ്ട്. പക്ഷെ ആ ഒരു കാലഘട്ടം അമേരിക്കയുടേത് കഴിഞ്ഞു. കാരണം അമേരിക്കയെ ലോക പോലീസായിട്ട് അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മുമ്പ് അവരുടെ കയ്യിൽ നിന്നൊക്കെ വലിയ ഫണ്ടുകൾ ഈ കുഞ്ഞൻ രാജ്യങ്ങൾക്ക് കിട്ടുകയായിരുന്നു. അപ്പോൾ ട്രംപ് ഉം. വരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് കേൾക്കുമ്പോൾ അവർക്കൊക്കെ ഒരു വലിയ ആവേശം ഉണ്ടാകാൻ കാരണം പൈസയായിരുന്നു. പൈസ ഇല്ലെന്ന്, പണമില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഏത് മുതലാളിയാണെന്ന് പറഞ്ഞാലും അവനെ വലിയ ബഹുമാനിക്കത്തില്ല. അതാണ് ഇപ്പോൾ അമേരിക്ക സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാലത്ത് അവരുടെ അടിമകളെ കണക്ക് നിന്നിരുന്ന പല ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ന് മാറി ചിന്തിച്ചിരിക്കുന്നു. അവർ സ്ട്രോങ് ആയിരിക്കുന്നു. ഇന്ന് അവർക്കിന്ന് യെസ്. അമേരിക്കയോട് നോ പറയാൻ കഴിയും. ഇന്ന് ഈ ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ച് നിൽക്കാമെങ്കിൽ തന്നെ 47% to 50% വിപണി അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഉം. 50% കച്ചവടം അവരുടെയിലാണ് ഇരിക്കുന്നത്. ബാക്കി 50% എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ്. അവർ അമേരിക്കയെ മാത്രം നോക്കി നിൽക്കുന്ന രാജ്യങ്ങൾ. അവർ നിൽക്കുവോ? ഇല്ല. അവർ പിറ്റേ ദിവസം വണ്ടിയും വെള്ളവും പിടിച്ചിട്ട് ഇന്ത്യയിലേക്കും ചൈനയിലേക്കും വരും. ഇപ്പൊ എത്ര കമ്പനികളാണ് ഇന്ത്യയിലേക്കും ചൈനയിലേക്കും വരുന്നത്? ഇപ്പൊ ചൈനയേക്കാൾ കുറച്ചുകൂടെ യെസ്. സേഫ് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കൂടുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധേയമാണ്. ചൈനയിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വളരെ ശക്തമാകുകയാണെങ്കിൽ പല അമേരിക്കൻ കമ്പനികളും ഇന്ത്യയെ പ്രധാന ഉം. താവളമാക്കി വരും. ഇപ്പൊ ഗൂഗിളൊക്കെ തന്നെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്ത്യ നടത്തുന്നത്. ഗൂഗിൾ പിന്നെ ചൈനയിലേക്ക് പ്രവേശനമില്ല ആ കമ്പനിക്ക്. അത് അല്ലെങ്കിൽ മറ്റ് കമ്പനികളൊക്കെ വരുന്നുണ്ട്. കാരണം ഇന്ത്യ കുറച്ചുകൂടെ സേഫാണ്. ഇവിടെ നിന്നിട്ടുള്ള ഉൽപ്പന്നങ്ങളും കാര്യങ്ങളുമായിട്ട് അല്ല, മുൻപോട്ട് ഇന്ത്യയിലേക്ക് ഇപ്പൊ പോകാമെന്നാണ്. തന്നെ ഏതായാലും ഗൂഗിൾ എത്തിയിട്ടുണ്ട്. 88,000 കോടി രൂപ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഈ ഗൂഗിൾ നിക്ഷേപിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഗൂഗിളൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപിടിച്ചു. ഇപ്പൊ ഇവിടെ സോഹോ ഒക്കെ തുടങ്ങിയ ആ ഒരു സാഹചര്യത്തിലുണ്ടല്ലോ, ഇവർക്കൊക്കെ ഒരു ഭയമുണ്ട്. ഇവര് ട്രംപിന്റെ വാക്ക് പോലും വകവയ്ക്കാതെ ചാടിപ്പടഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട് യഥാർത്ഥം. അതാണ് ഞാൻ പറഞ്ഞത്.
സ്വാഭാവികമായിട്ട് ഒരുപാട് കമ്പനികൾ വരും. കാരണം ചൈനയും കൂടി ഇങ്ങനത്തെ ഒരു ലെവലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഉൽപ്പന്നം യെസ്. കയറ്റേക്കണ്ട. ഈ കമ്പനിയുടെ ഓണർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ബിസിനസ്സുകാരല്ലേ, അവർക്ക് കച്ചവടം ചെയ്താലല്ലേ അവരുടെ കുടുംബം പുലർത്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ ട്രംപ് വരും, നാളെ ട്രംപിന് വേറൊരാളാണ് വരുന്നതെങ്കിൽ വേറെ നയങ്ങളായിരിക്കും. നയത്തിനനുസരിച്ച് ബിസിനസ്സും കുടുംബജീവിതവും ഇല്ലെങ്കിൽ അവരുടെ പ്രാരാബ്ദങ്ങളും മാറ്റിമറിക്കാൻ പറ്റില്ലല്ലോ. നയം ഒരു സൈഡിൽ കിടക്കും. കറക്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ദീർഘവീക്ഷണമില്ലാതെ ഒരു ഭരണാധികാരി മുൻപോട്ട് പോകുമ്പോഴാണ് പലതും സംഭവിക്കുന്നത്. പിന്നെ ട്രംപിനോട് നരേന്ദ്രമോദി, ട്രംപിനോടായിട്ടല്ല, ട്രംപിന്റെ ഈ ഒരു ചടങ്ങിന് പങ്കെടുത്തപ്പോ ഈ രണ്ടാം ടൈമില് ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എല്ലാവരോടും കൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ശക്തരാകുന്നത്, എല്ലാവരിൽ നിന്നും അതെ. അകന്ന നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയുള്ളൂ എന്ന് ഭംഗ്യന്ത്രേണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പ് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനിത് പറയുമ്പോൾ എല്ലാവരും ഞാൻ BJP കാരാണ്, അതുകൊണ്ടല്ല, ഞാൻ BJP കാരനേ അല്ല. മോദി പറഞ്ഞത് പല കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അന്ന് ഈ ട്രംപുമായിട്ട് നല്ല സ്നേഹമാണ്. അന്ന് ഇങ്ങനെയുള്ള ഈ കണ്ണന്തിരിവൊന്നും ട്രംപിന്റെ ഭാഗത്തൊന്നും ഇല്ല എന്നൊക്കെ നല്ല ടൈംസ് നിൽക്കുന്ന സമയമാണ്. ഇന്ന് ട്രംപിനെ ഇരുത്തിയിരിക്കുന്ന വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളാണിത്. അതായത് എല്ലാവരുടെയും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ, ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ലോകത്തൊരു ശക്തി എല്ലാവർക്കും ഉണ്ടാകുന്നത്. ഒരാൾ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ, ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാതായി പോകുന്നത്. ഇന്നിപ്പോ ട്രംപ് അനുഭവിക്കുന്ന ആ ഒരു കാര്യമല്ലേ. മോദി എവിടെയെങ്കിലും അതെ. ഒറ്റപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. കൂടുതൽ കൂടുതൽ കരുത്തനാകുകയാണ്. എല്ലാവരുമായിട്ടും സമരസപ്പെട്ടും അതായത് എളിമ കൊണ്ടും എല്ലാവരെയും, അത് കുഞ്ഞൻ രാജ്യങ്ങളിലൊക്കെയാണ് അദ്ദേഹം പോകുന്നതും അവിടുത്തെ ഭരണാധികാരികളെ ചേർത്ത് പിടിക്കുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി. എന്തുകൊണ്ടാണ് ഈ അഫ്ഗാന്റെ മന്ത്രി പറയുന്നത് ഇന്ത്യയെ ഞങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ ഉറച്ച പങ്കാളിയാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ആ ഒരു ദരിദ്ര രാജ്യത്തേക്ക് പോലും ഇന്നലെ കൊടുത്തത് 15 ആംബുലൻസാണ്. 50 ആംബുലൻസിന് ആദ്യം 15 ആംബുലൻസ്, പിന്നെ ഒരു ബാക്കിയോട് കൊടുക്കും, 50 കൊടുക്കുന്നത്. മരുന്ന് അവരെടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ മന്ത്രി ഇവിടെ വന്നതിന് ശേഷം, എനിക്ക് ഇപ്പൊ 4 ദിവസമോ 5 ദിവസങ്ങളായിട്ട് ഈ മുത്തക്ക ഇവിടെ എത്തിയിട്ട്, അതിനിടയ്ക്ക് അദ്ദേഹം എപ്പോഴൊക്കെ പത്രക്കാരെ കാണുന്നു അപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭൂകമ്പം വന്ന് ഞങ്ങൾക്ക് എല്ലാം തകർന്നു നിന്നപ്പോൾ ഇന്ത്യയാണ് തന്നത്, കോവിഡ് വന്നപ്പോൾ ഞങ്ങൾ നശിക്കാൻ പോയപ്പോൾ മരുന്ന് തന്ന ഇന്ത്യയാണ്. ഇപ്പോഴും അവരത് പറയുന്നുണ്ട്. ആ രീതിയിലേക്ക് നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടാണോ നമ്മൾ ഇവർക്കൊക്കെ ഇത് കൊടുത്തത്? അല്ല, അവരുടെ ആ സ്നേഹമാണ് അവരത് പ്രകടിപ്പിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ വന്നപ്പോൾ ഇന്ത്യ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഇന്ത്യയാണ് തന്നതെന്ന് ആ മന്ത്രി 4-5 തവണ ഇന്ത്യയെ പറഞ്ഞു കഴിഞ്ഞു. എത്ര മാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്തു എന്ന് എനിക്കറിയില്ല. അത് കൊടുത്തു. പകരം വനിതാ മാധ്യമ പ്രവർത്തകർ പോകാത്തതാണല്ലോ നമുക്ക് വാർത്ത.